എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ പാപചിന്തകളിൽ എന്ന് വെച്ചാൽ വിഷമചിന്തകളിൽ, ദുരിതചിന്തകളിൽപ്പെട്ട് വലഞ്ഞു പോകുന്നത്? അതൊന്ന് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സിന് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. അപ്പം എന്താ വേണ്ടത്? അപ്പം മനസ്സിലാക്കണം, ദുരിതത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പരീക്ഷത്ത് മഹാരാജാവ് പ്രായോപവേശത്തിനായി ഗംഗയുടെ തീരത്തെത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ല. ചോദ്യം എന്തായിരുന്നു? താൻ നാമമൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും തൻ്റെ മനസ്സ് കുറ്റബോധത്താലും ദുഃഖത്താലും വിഷമത്താലും വേദനയാലും ആകെ അസ്വസ്ഥമാണ്. ഒരു വശത്താകെ കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന മനസ്സും വേറൊരു വശത്ത് നാമം ചൊല്ലാൻ പറഞ്ഞ നാമത്തിൽ ഏകാഗ്രതയില്ലാതെ ഞാൻ യാന്ത്രികമായി, ഞാൻ വെറുതെ ഒരു ചടങ്ങുപോലെ നാമം ചൊല്ലിയിട്ട് ഒരു കാര്യമില്ലല്ലോ. എൻ്റെ മനസ്സ് എങ്ങനെ എന്നെ അലട്ടുന്ന വിഷമങ്ങളെ മറികടന്ന് ഈ നാമത്തിലൊന്ന് മുഴുകും? എനിക്ക് നിങ്ങൾ പറയുന്ന പോലെയൊക്കെ നാമത്തിൽ മുഴുകണമെന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. നല്ല ചോദ്യമല്ലേ? നമ്മുടെ എല്ലാവരുടെയും ചോദ്യമല്ലേ? എല്ലാവരുടെയും പ്രശ്നമല്ലേ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ ഉണ്ടായിരുന്ന ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അങ്ങോട്ട് വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീ ശുക ബ്രഹ്മർഷി കടന്നു വരുന്നത്. മഹർഷി കണ്ടതും അവധൂത രൂപിയാണ്. അങ്ങനെയുള്ള ഒരു യോഗീശ്വരനായ, ജ്ഞാനേശ്വരനായ, തൻ്റെ ജീവിതം മുഴുവൻ അവധൂത വൃത്തിയിൽ കൊണ്ട് നടക്കുന്ന ആ മഹാഗുരുവിനെ കണ്ടതും ചാടി എണീറ്റ് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് താൻ ഇരുന്ന ഉയർന്ന ഇരിപ്പിടം ആ മഹാന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് പരീക്ഷത്ത് ചോദിക്കുന്ന ചോദ്യം, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. കാരണം ആ ചോദ്യമാണ് ഈ 2025-ലും ഇനി 35-ലായാലും 45-ലായാലും ഭാഗവതത്തിന് കാലാതീതമായ അല്ലെങ്കിൽ കാലാനുസൃതമായ പ്രസക്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ 5000 വർഷം പഴക്കമുള്ള ഏതെങ്കിലും പുസ്തകം ആരെങ്കിലും ഇരുന്ന് വായിക്കുമോ? ഇന്ന് ലോകത്തിലുണ്ടായിട്ടില്ല. ഷേക്സ്പീരിയൻ പുസ്തകങ്ങളും അതുപോലെ എത്ര ഇലിയഡ്സിൻ്റെ പുസ്തകങ്ങളോ എത്രയെത്ര പുറത്തുള്ളവരെഴുതിയ പുസ്തകങ്ങളുണ്ട്. ഈവൻ സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവരെഴുതിയ, അതൊക്കെ കാലം കൊണ്ട് മാറിപ്പോയി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരിക്കുന്ന ദാസ് ക്യാപിറ്റലിസം എന്നിപ്പോൾ അത് എവിടെയുണ്ട്? ആര് വായിക്കുന്നു? കാരണം അതൊന്നും കാലാനുസൃതമായൊരു പ്രായോഗികത നഷ്ടപ്പെട്ട പുസ്തകങ്ങളായി മാറിയപ്പോൾ എല്ലാം കൊട്ടയിലേക്ക് എറിഞ്ഞ ആളുകൾ. അതൊന്നും ഇനി ആൾക്കാർക്ക് പ്രയോജനപ്പെടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഭാരതത്തിൻ്റെ ഭഗവത്ഗീതയും ഭാരതത്തിൻ്റെ ഭാഗവതവും ഒക്കെ ദിനം 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 അതിന് ശക്തിയും പ്രചാരവും കൂടുന്നു. നാളെ നിങ്ങൾക്കും ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും നിങ്ങളുടെ രീതിയിൽ. കാരണം അതിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു വ്യക്തിയുടെ ചോദ്യമല്ല, ഒരു സമൂഹത്തിൻ്റെ ചോദ്യമാണ്. ഒരു ലോകത്തിലെ ജനതയുടെ ചോദ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ചോദ്യമാണ്. ഒന്നാം സ്കന്ധം 19 അധ്യായം 37 ശ്ലോകം. അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. എന്തിനാണ് ഭാഗവതം ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നത്? പൊതുവെയുള്ള ആളുകളുടെയൊക്കെ ധാരണ ഒരു അമ്പലമായാൽ ക്ഷേത്രം, അവിടെ സപ്താഹം നടത്തണം, സപ്താഹം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ്. അല്ല, അങ്ങനെയല്ല. ഇത് അമ്പലത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമല്ല. അങ്ങനെ ആക്കിയത് പലരും. നമ്മളതിൽ നിന്ന് മാറി ചിന്തിക്കണം. ഇത് മാനവരാശിയുടെ മാനസിക പ്രശ്നങ്ങൾക്കുള്ള ഒരു പോംവഴിയാണ്, പരിഹാരമാണ്, വഴികാട്ടിയാണ്. ഇത് ദൈവത്തിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യനെ ദൈവീകതയിലേക്ക് ഉയർത്താനാണ്. മാനവ മനസ്സിനെ ആത്മശക്തിയിലേക്ക് ഉയർത്താനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ചോദ്യം വളരെ പ്രധാനമാണ്. നിങ്ങളത് പഠിച്ചു വയ്ക്കണം. കാരണം എനിക്ക് നിങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ, ഞാനും നിങ്ങളൊക്കെ, ഞാനിവിടെ ഇരിക്കുന്നു എങ്കിലും നാളെ നിങ്ങളാണിത് പ്രചരിപ്പിക്കേണ്ടത്.
അല്ലാതെ കേട്ടു പോകരുത്. ഒരാളിലേക്കെങ്കിലും ഭാഗവതത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഭാഗവതത്തോടും വേദവ്യാസ മഹർഷിയോടും ഭഗവാൻ ശ്രീകൃഷ്ണനോടും ഗുരുപരമ്പരകളോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനം. അതായിരിക്കും അവരുടെ അനുഗ്രഹവും. അപ്പം അതുകൊണ്ട് കേട്ടിട്ട് പോകരുത്, വെറുതെ ഇരുന്ന് കേൾക്കരുത്. സംതിങ് നിങ്ങൾ ഗ്രാസ്പ് ചെയ്യണം. അതിൽ ചില പോയിന്റുകൾ നിങ്ങൾ ക്യാച്ച് ചെയ്യണം. അത് നാളെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിൽക്കട്ടെ, ചോദ്യം എന്താണ്? അധസംസിദ്ധിം എന്താണ്? അധപൃച്ഛാമി സംസിദ്ധിം യോഗിനം പരമം ഗുരും പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസ്യ സർവഥാ. ചോദ്യം ഇത്രയുള്ളൂ. സർവദാ മ്രിയമാണസ്യ പുരുഷ യത് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവദാ. സർവദാ എന്ന് പറഞ്ഞാൽ അർത്ഥാവില്ലേ? കുറേയൊക്കെ നമുക്ക് സംസ്കൃതം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സർവദാ, സർവദാ നമ്മുടെ മലയാളത്തിൽ പറയുന്നതാണ് ഇല്ലേ? സർവദാ എന്നൊക്കെയുള്ള ചില സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും അങ്ങനെ. സർവദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എപ്പോഴും. മ്രിയമാണസ്യ, അതിനിവിടെ അർത്ഥം എടുക്കേണ്ടത് മരണതുല്യമായ എന്നാണ്. എന്താണ് അതിന് മരണതുല്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വേദനാത്മകമായ, വളരെയധികം വിഷമം നിറഞ്ഞ. അപ്പോൾ എന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത്? എപ്പോഴും പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനസ്സിന്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒരു വ്യക്തിക്ക്, അല്ലാതെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണിന് എന്നുള്ള അർത്ഥത്തിലല്ല. പുരുഷൻ എന്നുള്ളതിന് മനസ്സെന്നൊരർത്ഥമുണ്ട്. മനസ്സിന് എങ്ങനെയാണ് പുരുഷൻ എന്നുള്ള വാക്ക് വരുന്നത്? പുരി ശയന ഈശം ഇതി പുരുഷം എന്നാണ്. സംസ്കൃതത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പം പുരത്തിൽ ഈ ശരീരത്തെ വിളിക്കുക നവദ്വാരേ പുരേ ദേഹം ദേഹി എന്നാണ്. 9 ദ്വാരമുള്ളൊരു പുരമാണ്. ഇതിലിരിക്കുന്ന മനസ്സ് പുരീശനാണ്. അതുകൊണ്ട് മനസ്സിനെ പുരുഷൻ എന്ന് വിളിക്കുകയാണ്, അല്ലാതെ ആണിനെ വിളിക്കുന്ന പേരല്ല. മനസ്സിലായില്ലേ? പുരത്തിൽ വസിക്കുന്ന ഈശൻ, പുരി ഈശൻ, അതാണ് പുരുഷൻ. മനസ്സിലാവുണ്ടോ? അപ്പം അതുകൊണ്ട് മനസ്സ് എപ്പോഴും പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യത് കാര്യം, ഏത് കാര്യമാണ്, എന്താണ്, അതിൽ നിന്നും പുറത്ത് കടക്കാനൊരു വഴി ഇത് അങ്ങ് പറഞ്ഞു തന്നാലും നീ ചോദിച്ചിട്ടുള്ളൂ. ഇത് പരീക്ഷത്തിൻ്റെ ചോദ്യമാണോ? ലോകത്തിലുള്ളവരുടെ മുഴുവൻ ചോദ്യമാണോ? ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ഇത് പരീക്ഷത്തിൻ്റെ ചോദ്യമാണോ? ഉറക്കെ പറയൂ. അതുകൊണ്ടാണ് ഇന്നും ഭാഗവതത്തിന് പ്രസക്തി. മനസ്സിലായില്ലേ? ഈ കാലഘട്ടത്തിലും 5000 വർഷം പഴക്കമുള്ള ഭാഗവതം നമ്മൾ കേൾക്കുന്നതിന് കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സ് കടന്നു പോകുന്ന പല വിഷമങ്ങൾ, തൂലാമാലകൾ, അസ്വസ്ഥതകൾ, പിരിമുറക്കങ്ങൾ, സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെയെല്ലാം ഒന്ന് മറികടക്കാൻ എന്താ വഴി? പലരും ചിന്തിക്കുന്നില്ല, പലരും അതൊന്നും ആലോചിക്കുന്നില്ല, പലരും അങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെപ്പോലെ അറിയോ? ചർവിത ചർവണം, പശുക്കളെ പോലെ എന്ന് പറയും. പശുക്കളുടെ പ്രത്യേകത എന്താ? കഴിച്ചത് വീണ്ടും ചൂ ചെയ്യും, അയവിറക്കും, ആവർത്തിക്കും. ബബിൾഗം കഴിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അരച്ച തന്നെ വീണ്ടും ചവച്ചരച്ച തന്നെ വീണ്ടും ചവച്ചരച്ച വീണ്ടും ഇതുപോലെ ദുഃഖങ്ങളെ അയവിറക്കി 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 അത് തന്നെ ജീവിതമാക്കി കൊണ്ടു നടക്കുന്നവർ. ചില ആളുകൾ പഴയ കാലത്ത്, ഇപ്പോൾ കുറവാണ്, ഉത്സവ സ്ഥലത്തൊക്കെ ഈ കൈ മുറിഞ്ഞവരും കാല് മുറിഞ്ഞവരും അവിടെ പഴുപ്പുള്ളവരൊക്കെ ഇങ്ങനെ കാണിച്ച് പിച്ചയെടുത്ത് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ കുറവാണ് ഇല്ലേ? പഴയ കാലത്തുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഉത്സവ സ്ഥലത്തൊക്കെ അവിടെ മുറിഞ്ഞും ഇവിടെ മുറിഞ്ഞും ഒക്കെ ആ വ്രണങ്ങളൊക്കെ അവിടെ വെച്ച് പൈസ. ഏതുത്സവത്തിനും അവരുടെ മുറിവ് ഉണങ്ങില്ല. അതേ മുറിവ് എല്ലാ വർഷവും ഉണ്ടാവും അവർക്ക്. എന്നതുപോലെയാണ് ഇന്ന് സാധാരണ മനുഷ്യൻ. അവർക്ക് പുറത്താണ് വ്രണങ്ങളെങ്കിൽ, മുറിവെങ്കിൽ, ഇന്ന് മനുഷ്യൻ്റെ അകത്താണ്. ഇന്ന് മനസ്സിലാണ് ഇത്തരത്തിലുള്ള വ്രണങ്ങളുള്ളത്. ഇന്ന് മനസ്സിലാണ് വേദനകളും വിഷമങ്ങളും.
പലരും അത് മാറ്റാൻ ശ്രമിക്കുന്നില്ല. അവരെ കുറ്റം പറയേണ്ടതില്ല, കാരണം ആരും അതിനുള്ളൊരു വഴികൾ പറഞ്ഞു കൊടുക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? ഇവിടെ അതാണ് കൃത്യമായി ചോദിക്കുന്നത്. പുരുഷസ്യേഹയത്കാര്യം പ്രിയമാണസ്യ സർവത, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അതിനുത്തരം പറഞ്ഞു, ഇതിൻ്റെ പരിഹാരമാണ് ശ്രീമദ് ഭാഗവതം, എൻ്റെ പിതാവിൽ നിന്നും കിട്ടിയ ഭാഗവതം. അപ്പോൾ ചോദിച്ചു, എന്താണ് ഭാഗവതം? ഞാൻ അതിലേക്ക് നേരിട്ട് കിടക്കാം. ഞാൻ രാവിലെ പറഞ്ഞു, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ സമയത്തിൻ്റെ ഒരു പരിമിതിയുള്ളതുകൊണ്ട് കുറേയൊക്കെ ഞാൻ ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് ഭാഗവതം എന്ന് പറയുമ്പോൾ ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഭാഗവതം സാക്ഷാൽ ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിനും, ബ്രഹ്മാവിൽ നിന്ന് നാരദർക്കും, നാരദിൽ നിന്ന് വ്യാസർക്കും, വ്യാസരിൽ നിന്ന് എനിക്കും കിട്ടി. അത് ചതുശ്ലോകി ഭാഗവതമായിരുന്നു. അപ്പം നമ്മളിന്ന് കേൾക്കുന്ന 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തിനും ഒരു ബീജഭാഗവതമുണ്ട്. അതിൻ്റെ പേരാണ് ചതുശ്ലോകി ഭാഗവതം. എന്താണ് ഇത്? വരുന്നത് 2-ാം സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35 ശ്ലോകങ്ങളിലാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. അങ്ങനെ നമുക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്, കുറേ ഭാഗങ്ങൾ പോർഷൻ തീർക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ചതുശ്ലോകി ഭാഗവതം കിട്ടിയോ നിങ്ങൾക്ക്? 2-ാം സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35 പഠിക്കേണ്ട ശ്ലോകങ്ങളാണ്. അത് ബൈഹാർട്ട് പഠിക്കണം എല്ലാവരും. അഹമേവ സമേവാഗ്രേ നാന്യത്യ സദസത്പരം പശ്ചാദഹം യദേതശ്ച യോപശിഷ്യേതസോസ്മ്യഹം ഹൃദേർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായം യഥാ ഭാസോ യഥാത്തമ യഥാ മഹന്തി ഭൂതാനി ഭൂതേഷുച്ച വജിഷ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവത. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ഒരു ഫലശ്രുതി പോലെ പറയാണ്, ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കർഹിജിൽ. അതാണ് പ്രധാനം. ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഭവാൻ അങ്ങക്ക് ന വിമുഹ്യതി കർഹിജിൽ എന്നാണ്. കർഹിജിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും, ഒരു കാലത്തും അങ്ങക്ക് മുഹ്യതി എന്ന് പറഞ്ഞാൽ മുഹ്യം എന്ന് പറഞ്ഞാൽ ദുഃഖം. അതായത് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖമുണ്ടാവില്ല എന്നല്ല, അങ്ങനെ അർത്ഥം എടുക്കരുത്. ദുഃഖമില്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല. പ്രായമായാൽ സോഡിയം ഇംബാലൻസ് വരും, പ്രായമായാൽ പൊട്ടാസ്യം ഇംബാലൻസ് വരും, പ്രായമായാൽ നിങ്ങളുടെ ശരീരത്തിൽ പല കെമിക്കൽ വേരിയേഷൻസ് വരും, ഓർമ്മശക്തി നഷ്ടപ്പെടാം, കാലുറയ്ക്കാതെയാവാം, ബ്ലാഡറുകളുടെയൊക്കെ ബാലൻസ് പോവാം. അപ്പോഴാണല്ലോ ഇപ്പം കൊച്ചുകുട്ടികൾക്ക് ഡൈപ്പറുള്ള പോലെ മുതിർന്നവർക്കിപ്പോൾ ഡൈപ്പറായി ഉണ്ടോ? ഈ രീതിയിലൊക്കെ മനുഷ്യൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പണ്ടത്തേതിനേക്കാളും കൂടിക്കൂടി വരികയാണ്. അപ്പം അങ്ങനെ കൂടി വരുമ്പോൾ ദുഃഖമില്ലാത്തൊരു ജീവിതം ഉണ്ടാവുമോ? ഇല്ല. എന്നാൽ certain പരിശീലനം നിങ്ങൾ കൊണ്ടു നടന്നാൽ ആ ദുഃഖങ്ങളെയൊക്കെ നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്തു പോകാൻ പറ്റും. അപ്പം നമുക്ക് ബൈപ്പാസ് റോഡുകളില്ലേ? മെയിൻ റോഡിൽ കയറാതെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുന്ന പോലെ ദുഃഖമൊക്കെ ഒരു ഭാഗത്ത് കിടക്കും. പക്ഷേ അതൊന്നും നിങ്ങളെ കാര്യമായി അലട്ടില്ല. അതിനുള്ള ഒരു പ്രൊവിഷൻ, അതിനുള്ള ഒരു സ്പേസ്, അതിനുള്ള ഒരു ബൈപ്പാസ് റോഡ് എവിടെയുണ്ട്? തലയ്ക്കകത്തുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു സീ ദാറ്റ്. അതാ പ്രശ്നം. നമ്മളത് കാണുന്നില്ല. നമ്മൾ ഈ ട്രാഫിക് റോഡ് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് ചാലക്കുടിയിൽ നിന്ന് അങ്കമാലി വന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ വഴിക്ക്? ഇപ്പം സുപ്രീം കോടതിയിൽ കേസ് നടക്കണം അവിടെ ടോള് വിരിക്കുന്നതിനാര്. കാരണം കംപ്ലീറ്റ് റോഡിൻ്റെ ഫ്ലൈ ഓവേഴ്സ് ഉണ്ടാക്കുകയാണ്. അവിടെയൊക്കെ മുഴുവൻ ട്രാഫിക് ജാമാണ് അല്ലേ?
ആണോ അല്ലയോ? പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട് ഞങ്ങൾക്ക്. അത് പലരും പോയിട്ടുണ്ടാവില്ല. ഫുൾ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു വഴിയാണ്. കാട്ടാനകളെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഒരു വഴിയുണ്ട്, ഫുൾ കാട്, വാഹനേ ഇല്ല, ഒരു വാഹനവും ഇല്ലാത്ത റോഡ്. അപ്പോൾ നേരെ ഇവിടെ പെരുമ്പാവൂർ വന്ന് കയറാം, ഇവിടുത്തെ എന്താണ് പറയുക, മലയാറ്റൂർ പള്ളിയിലേക്ക് താഴെ കൂടെ. അപ്പം അങ്ങനെ ഒരു റോഡുണ്ട്. അത് വളരെ റയറായിട്ട്, ആരെങ്കിലും പോയിട്ടുണ്ടോ അറിയില്ല ആ റോഡിൽ കൂടെ. വളരെ റയറായിട്ടുള്ള ആൾക്കാർക്കേ അറിയുള്ളൂ അത്. അപ്പോൾ ഈ ട്രാഫിക് ഒന്നും ബാധിക്കുന്നില്ല. അവിടെ റോഡുണ്ടോ, ബ്ലോക്കുണ്ടോ, ആളുണ്ടോ, ഒന്നും പ്രശ്നമില്ല. എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ തലയ്ക്കകത്തും ഒരു വഴിയുണ്ട്. വലിയൊരു കാട്ടിലകപ്പെട്ടേനാകം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാദ തിരുവൈക്കം വാഴും ശിവശംഭോ. ഒരു വഴിയുണ്ട്. ആ വഴി കണ്ടുപിടിക്കാനാണ് ചതുശ്ലോകി ഭാഗവതം. അങ്ങനെ ആർക്ക് സാധിച്ചുവോ അവരെ മാനസികമായ പ്രശ്നങ്ങളൊന്നും അലട്ടില്ല. കാരണം ഇപ്പുറത്തെ വഴിയിലൂടെ അവർ പോകുന്നു. ഈ സ്പേസ് ഇല്ലാത്തവർ, ഈ വഴി കണ്ടുപിടിക്കാത്തവർ, അവരുടെ ജീവിതത്തിൽ അവർ വേദനയും വിഷമവും നരകവും പ്രയാസവും കൊണ്ട് അനുഭവിച്ചു തീർക്കണം. കാരണം ആവുന്ന കാലത്തൊന്നും തൻ്റെ ഉള്ളിൽ അങ്ങനൊരു വഴിയുണ്ടെന്ന് കണ്ടെത്താൻ ഒരു സത്സംഗത്തിന് വന്നിരിക്കണ്ടേ? ഭാഗവതത്തിൽ പറയും, ഭാഗ്യോദയേന ബഹുജന്മസമർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃത മോഹമദന്ധകാര നാശം വിദായ തഥാ ഉദയതേ വിവേക. എന്താ ഭാഗ്യം വേണമെന്നാ പറയാ. ഭാഗ്യോദയേന, ഭാഗ്യമുള്ളവർക്ക് സത്സംഗമേവ ലഭതേ, സത്സംഗം ലഭതേ. അപ്പം അങ്ങനെ സത്സംഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാം. നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ വിഷയം അവിടെ നിൽക്കതാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം എല്ലാവരും ചൊല്ലുമെന്ന്. അഹമേവാസമേവാഗ്രേ. ഇതേതാ ശ്ലോകം? ചതുശ്ലോകി ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം. അഹമേവാസമേവാഗ്രേ നാന്യത്യസദസത്പരം പശ്ചാദഹം യദേതശ്ച യോ വശിഷ്യേത സോസ്മ്യഹം. അപ്പം ഇവിടെ വളരെ ശ്രദ്ധിക്കുക നമ്മൾ. അപ്പം മനുഷ്യൻ്റെ മനസ്സിലെ പ്രവർത്തനങ്ങൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിലെല്ലാം ശ്രദ്ധയുണ്ട്. എന്താണ്? അവർക്ക് പറയൂ. ശ്രദ്ധ, കോൺസെൻട്രേഷൻ പവർ, ഫോക്കസിങ് പവർ ഉണ്ട് നമുക്ക്. ഇനി മറ്റൊന്ന്, നമുക്ക് ശ്രദ്ധ ഒരു ഭാഗത്തുണ്ട്, വേറെ വശത്ത് നമുക്ക് മനസ്സിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത്, ഒരാഗ്രഹം മനസ്സിൽ കയറിയാൽ, ഒരു വിഷമം മനസ്സിൽ കയറിയാൽ മനസ്സ് അത് തന്നെ ആവർത്തിച്ച് കളയും. വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഉള്ളിൽ കാര്യമായി തട്ടുന്ന വേദന മറക്കാൻ അത്ര എളുപ്പമല്ല. കാരണം അത് ഉള്ളിൽ വല്ലാതെ കൊണ്ടുപോയി. ചിലരുടെ വാക്കുകൾ, ചിലരുടെ പ്രവൃത്തികൾ, ചില നഷ്ടങ്ങൾ അല്ലേ, മറക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഒരു വശത്ത് മനസ്സിൻ്റെ ആസക്തിയും അവശ്യതയും, മനസ്സിൻ്റെ പലതിനോടുമുള്ള ആസക്തിയുണ്ട്, അതുപോലെ അവശ്യതയുണ്ട്. ഈ വീക്ക്നെസ് നമ്മൾ കാണാതെ പോയാൽ, ഏത് വീക്ക്നെസ്? ആസക്തിയും പറയൂ അവശ്യതയും കാണാതെ പോയാൽ. അപ്പം അതാണ് ഈ ചെറുപ്പക്കാർക്കൊക്കെ പറ്റുന്നത്. ആസക്തി എല്ലാവരുടെ ഉള്ളിലുണ്ട്. വസ്തുക്കളോടുണ്ട്, വ്യക്തികളോടുണ്ട്, സൗന്ദര്യത്തോടുണ്ട്. ഉണ്ടോ?
ഉണ്ടോ ഇല്ലയോ? അതല്ലേ ഇന്ന് പ്രയോജനപ്പെടുത്തുന്ന ഈ മാർക്കറ്റുകാരൊക്കെ. സൗന്ദര്യ വസ്തുക്കളൊക്കെ കാണിച്ച് നിങ്ങളത് തേച്ച് കഴിഞ്ഞാൽ സുന്ദരമായി തീരുന്നൊക്കെ പറയുമ്പോൾ നിങ്ങളതൊക്കെ വാങ്ങിച്ച് തേച്ച് പൂശി പിന്നെയാണ് മനസ്സിലായത് വെളുക്കാൻ തേച്ചതൊക്കെ പാണ്ടായി എന്നുള്ളത്. പണ്ട് ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് സർഫിൻ്റെ പൊടി എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചത്, ചിത്രങ്ങൾ കൊടുത്തത് വൃത്തികെട്ടൊരു ഷർട്ട്, ചളി പിടിച്ചൊരു ഷർട്ട്, അതിങ്ങനെ സർഫൊക്കെ ഇട്ട വെള്ളത്തിലേക്ക് അങ്ങോട്ട് മുക്കുന്നു, പിന്നെ റെയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഒരു സാധനം അങ്ങോട്ട് പൊക്കിയെടുക്കുന്നു. നാലാമത്തത് തൂവെള്ള ഷർട്ട്. ഇങ്ങനെ അവരോട് ടി വിയിലും മറ്റും കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഇവർ സാധനം എക്സ്പോർട്ട് ചെയ്തത്. പോയ സാധനം അതുപോലെ ഇങ്ങോട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അറേബ്യൻ നാടുകളിൽ നമ്മളൊക്കെ ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതുക, അല്ലേ? നമ്മൾ നോട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അറബി നേരെ തിരിച്ചാ. അവരെവിടുന്നാ? വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അവർ അഡ്വർടൈസ്മെൻ്റ് അതുപോലെ കാണിച്ചു. നല്ല വെളുത്ത ഷർട്ട്, ഇതാ സർഫിൻ്റെ ഉള്ളിലേക്ക് പോണു. അതൊന്ന് പുറത്ത് വരുന്ന വൃത്തികെട്ടൊരു സാധനം. ആരാ പിന്നെ അത് മേടിക്കുക? അഡ്വർടൈസ്മെൻറ്റ് തല തിരിഞ്ഞു പോയി. ഇടത്തുനിന്ന് വലത്തോട്ട് കാണിക്കേണ്ട സാധനം വലത്തുനിന്ന് ഇടത്തോട്ട് കാണിച്ചാൽ ആ പൊടി പിന്നെ വല്ലവരും മേടിക്കുമോ എന്നതുപോലെ ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആസക്തി എന്നൊരു സാധനം നമ്മളെ എവിടെയാണ് കൊണ്ട് കുരുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നോക്കൂ, നിങ്ങളൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ തൂങ്ങുന്ന കുട്ടികളില്ലേ? ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പിള്ളേരില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഒരു വസ്തുവിനോട് ആസക്തി അമിതമായാൽ അതല്ലേ ഡ്രഗ്സ്. നിങ്ങൾ നോക്കൂ, കുട്ടികൾക്ക് അതിനോടൊരു ആസക്തി കൂട്ടാനാണ് ഐസ്ക്രീമിനകത്തും ചോക്ലേറ്റിനകത്തൊക്കെ ഈ ഇന്നത്തെ മോഡേൺ സിന്തറ്റിക് ഈ പോയിസൺ ചേർക്കുന്നത്, ഡ്രഗ്സ് ചേർക്കുന്നത്. മോസ്റ്റ് ഡേഞ്ചറസ് വേൾഡിലേക്ക് നമ്മൾ പോകുന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനൊരു ഒരു സമൂഹം ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ചില സമയത്ത് ഈ കാശ്മീർ ഹിമാലയത്തിലൊക്കെ പോകുമ്പോഴേ അവിടെയൊക്കെ കഞ്ചാവ് അങ്ങനെ വളർന്നു കിടക്കുന്നതാണ്. കഞ്ചാവ് ചെടി അതെങ്ങാനും കേരളത്തിലായിരുന്നെങ്കിൽ പെട്ടുപോയിരുന്നു ദൈവമേ. അവിടെ ഒരു മനുഷ്യനത് നോക്കുന്നില്ല, അവർ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. എനിക്കൊരിക്കലും ഹിമാചൽ പ്രദേശിൽ ഒരാൾ കാണിച്ച, സ്വാമി ഇതാണ് കഞ്ചാവെന്ന്. ഞാൻ പറഞ്ഞു, ഭാഗ്യം അത് കേരളക്കാരൻ കാണണ്ടെന്ന്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ വിടുക സാധനം. ഈ തരത്തിലൊക്കെ ഇല്ലേ? നിങ്ങൾ നോക്കൂ, പുറമേക്ക് നോക്കൂ, ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ മദ്യഷാപ്പിലൊന്നും ഒരു മനുഷ്യനില്ല. എന്നാൽ ഇവിടെ വല്ല ഈ പശുക്കൾക്കുണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കൊടുക്കാതിരുന്നാൽ, ഒരു പശുവിനെ രാവിലെ മുതൽ നല്ല വെയിലത്തുള്ള ഒരു പറമ്പിൽ കൊണ്ട് കെട്ടി, ഗ്രൗണ്ടിൽ കൊണ്ട് കെട്ടി, വൈകുന്നേരം ആയാൽ അത് വെള്ളം കാണുമ്പോൾ എന്താ ചെയ്യുക? ഇതുപോലെയാണ് ആ തുറക്കാൻ കാത്തിരിക്കുന്നത്. ആ ആർത്തിയോടുകൂടി ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതൊക്കെ കാഴ്ച കേരളത്തിലേ കാണാൻ പറ്റുള്ളൂ. പിങ്ങനെ എന്തുകൊണ്ട്? ആസക്തി തലയിൽ കയറിയാൽ പിന്നെ അവൻ ഭ്രാന്തനാണ്. പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. ഇതുപോലെയാണ് അവശത മനസ്സിൽ കയറിയാൽ, വേദന മനസ്സിൽ കയറിയാൽ, നഷ്ടം മനസ്സിൽ കയറിയാൽ, ദുഃഖം മനസ്സിൽ കയറിയാൽ അതിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്തൽ അത്ര പറയൂ എളുപ്പമല്ല. അപ്പം നമ്മുടെ ഉള്ളിൽ രണ്ട് ശത്രുക്കളുണ്ടെന്ന് അറിയണം: ആസക്തിയും അവശ്യതയും. ആസക്തിയും അവശ്യതയും. ഇതിൻ്റെ മറ്റൊരു പേരാണ് കാമവും ക്രോധവും. ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നല്ല, അവനവനോടുള്ള സെൽഫ് പിറ്റിങ് ആണ്. അവനവനോടുള്ള ഇൻസൾട്ട്, അവനവനോടുള്ള ഒരു ഗ്രഡ്ജ്, അവനവനോടുള്ള വെറുപ്പ്, സെൽഫ് ഹേറ്റ്രഡ്നെസ്. അവനവനെ ഹേറ്റ് ചെയ്യുക. കാരണം അവനവൻ, ഞാൻ എന്തിനാ അത് ചെയ്തത്, ഞാൻ എന്തിനാ അങ്ങനെ, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ പറ്റി, എന്ത് ദൈവം എന്നെ, ഈ തരത്തിൽ സ്വയം അവനവനെ ഇൻസൾട്ട് ചെയ്യുക, ഡീഗ്രേഡ് ചെയ്യുക. മനസ്സിലാവട്ടെ ഞാൻ പറയുന്നത്?
ഇത്തരം ദുർബലതകളിൽ നിന്നും മനസ്സിനെ ഉയർത്തൽ അത്ര ഗീതയിലെ 3-ാം അധ്യായത്തിൽ അർജുനൻ ഈ ചോദ്യം ചോദിക്കും. മതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ. 38-ഓ 39-ഓ ശ്ലോകത്തെയായിരിക്കണം, കൃത്യം എനിക്ക് ഓർമ്മയില്ല. സംവേർ അവിടെയാണ്, ഗീതയിലെ 3-ാം അധ്യായത്തിൽ. അതൊക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്ന വിവാഷ്ണയ ബലാദിവ നിയോജിത. കൃഷ്ണ, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ പാപചിന്തകളിൽ എന്ന് വെച്ചാൽ വിഷമചിന്തകളിൽ, ദുരിതചിന്തകളിൽപ്പെട്ട് വലഞ്ഞു പോകുന്നത്? അതൊന്ന് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സിന് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. അപ്പം എന്താ വേണ്ടത്? അപ്പം മനസ്സിലാക്കണം, ദുരിതത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രദ്ധയെ സ്ട്രെങ്തൻ ചെയ്യണം. ഏതിനെ? ശ്രദ്ധയെ നമ്മൾ കരുത്തുള്ളതാക്കണം. ശ്രദ്ധയെ നമ്മൾ ഒന്നുകൂടി കരുത്തുള്ളതാക്കണം. അതെന്തിനാണത്? ശ്രദ്ധയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അതിന് അവശതയിലേക്കും തിരിയാം, വേണമെങ്കിൽ ദൈവീക ചിന്തകളിലേക്കും തിരിയാം. ആരുടെ ശ്രദ്ധ ദുർബലമല്ലയോ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അഹമേവാസമേവാഗ്രേ, അഗ്രേ ആരംഭത്തിൽ അഹം. അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നിത്യശുദ്ധബോധം, പൂർണ്ണബോധം, ഒരനന്തബോധം നമ്മളിലൊക്കെ ഉണ്ട്. ഈ ശ്രദ്ധ എവിടുന്നാ വരുന്നത്? ബോധത്തിൽ നിന്നാണ്. ആസക്തി എവിടുന്നാ വരുന്നത്? അതും ബോധത്തിൽ നിന്നാണ്. അവശത എവിടുന്നാ വരുന്നത്? അതും ബോധത്തിൽ നിന്നാണ്. അപ്പം നല്ലതും ചീത്തതുമൊക്കെ വരുന്നത് ബോധത്തിൽ നിന്നാണെങ്കിൽ എന്തിന് ഈ ദുർബലമായത് മാത്രം താലൂലിക്കണം? നല്ലതും ഉയർത്തണ്ടേ? നമുക്കറിയാം, രാവിലെ ആയാൽ നമുക്ക് ബാത്റൂമിൽ പോയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ബ്ലാഡറൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊരു 4-5 ദിവസത്തേക്ക് യൂറിനും പാസ്സാക്കില്ല, ടോയ്ലറ്റിലും പോവില്ല എന്ന് പറഞ്ഞ് അതൊക്കെ ഉള്ളിൽ കെട്ടി നിർത്തിയാൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾക്ക് വരാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യത്തെ പുറത്ത് കളയണം എന്നുള്ളത് അറിയാലോ നമുക്ക്. പ്രകൃതി നമ്മളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുക. അതുകൊണ്ടല്ലേ നേച്ചേഴ്സ് കാൾ എന്നൊക്കെ പറയുന്നതിന്. പ്രകൃതി നമ്മളെ പ്രേരിപ്പിക്കും. ഉണ്ടോ? രാവിലെ പലരും എണീക്കുന്നതിനെ ബാത്റൂം പോകാനുള്ള ശങ്ക കൊണ്ടായിരിക്കും. കാരണം ബ്ലാഡർ വന്ന് നിറയും. അപ്പം പിന്നെ പുറത്ത് പോയേ പറ്റുള്ളൂ എന്നുള്ളത്, ശങ്ക തീർത്തേ പറ്റുള്ളൂ എന്നതുപോലെ മനസ്സിലും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറത്ത് തള്ളാൻ ഒരു വഴി ഒരുക്കണ്ടേ? ശരീരത്തിന് മാത്രമാണോ മാലിന്യം? അതുകൊണ്ടാണ് മനോമാലിന്യം. മലം എന്ന് പറയുന്നത് ചീത്ത വസ്തുവാണ്. അത് വയറിനകത്ത് മാത്രമല്ല, ബ്ലാഡറിന് മാത്രമല്ല, മനോമലം എന്നൊരു പേരുണ്ട്. വേണ്ടാത്ത ദുർബല ചിന്തകളെ വിളിക്കുന്ന പേരാണ് മനോമലം. കേട്ടില്ലേ അങ്ങനെ ഒരു ഭാഷ? ഉണ്ടോ? അപ്പം മനസ്സിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ ചിന്തകളെയും എന്ത് ചെയ്യണം? പുറത്താക്കണം. അതിനുള്ള എല്ലാ കഴിവും ശക്തിയും ബോധത്തിലുണ്ട്.